ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ് മൊത്തമായി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ക്ലാസ് ആയിരിക്കും. ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2025 76ാമത് റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ചാണ്. ഒരു ചോദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാം. 2025 നടന്നത് 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ഇതിൻ്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലെ കർത്തവ്യ പദ്. ഓക്കെ, ന്യൂഡൽഹിയിലെ കർത്തവ്യ പദിലാണ് എന്ത് നടന്നത്? നിലവിൽ ഈ പറയുന്ന 76ാമത്തെ റിപ്പബ്ലിക് ദിനം നടന്നത്. ഓക്കെ, 76ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? പ്രഭാവോ സുബിയാന്തോ. നമുക്ക് പഠിക്കാൻ ഇച്ചിരി പാടുള്ള പേരാണ്, എങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പ്രഭാവോ സുബിയാന്തോ. അപ്പോൾ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? പ്രഭാവോ സുബിയാന്തോ. PSC എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്, ഈ പറയുന്ന റിപ്പബ്ലിക് ദിനം നടക്കും, അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിൽ വന്ന മുഖ്യ അതിഥി ചോദിക്കും. ഈ മുഖ്യ അതിഥി എന്നറിയപ്പെടുന്ന വ്യക്തി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണെന്നുള്ളതാണ് PSC ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് പ്രഭാവോ സുബിയാന്തോ? ഇൻഡോനേഷ്യൻ. ഓക്കെ, ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റാണ് ആരെന്ന് പറയുന്നത്? പ്രഭാവോ സുബിയാന്തോ. ശ്രദ്ധിക്കുക, പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റാണ്. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2025 നടന്നതെന്ന് ചോദിച്ചാൽ 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ഇതിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലെ കർത്തവ്യപഥാണ്. മുഖ്യ അതിഥിയാണ് പ്രഭാവോ സുബിയാന്തോ. ഏത് രാജ്യക്കാരനാണ്? ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമുക്കറിയാം, നമ്മുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പരേഡ് ഊന്നൽ നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികത്തിനാണ് എന്ത് ചെയ്തത്? 2025 76ാമത്തെ റിപ്പബ്ലിക് ദിനം ഊന്നൽ നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികത്തിനാണ്. ഓക്കെ, ഈ പ്രാവശ്യം അവതരിപ്പിച്ച ടാബ്ലോകളുടെ എണ്ണം എത്രയാണ്? ടാബ്ലോകളുടെ എണ്ണം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ടാബ്ലോകൾ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? അല്ലെങ്കിൽ ഏറ്റവും നല്ല ടാബ്ലോയ്ക്കുള്ള അവാർഡ് സമ്മാനിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? അല്ലെങ്കിൽ ഏതായിരുന്നു മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് എന്നൊക്കെ. അപ്പോൾ ആകെ എത്ര ടാബ്ലോകളാണ് 2025 76ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 31 എണ്ണമാണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ടാബ്ലോകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 ടാബ്ലോകളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് ഉത്തർപ്രദേശിൻ്റെ കുംഭമേളയുടെ പശ്ചാത്തലമാണ്. ഉത്തർപ്രദേശിൻ്റെ കുംഭമേള, നമുക്കറിയാം ആ സമയത്താണ് കുംഭമേളയുടെ പശ്ചാത്തലമായിരുന്നു എന്തെന്ന് പറയുന്നത് മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത്. ഇനി 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം, ഉറപ്പായും ഒരു ചോദ്യം ചോദിക്കാം. പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? സുവർണ ഭാരതം. ഓർത്തു വയ്ക്കുക, സുവർണ ഭാരതം, പാരമ്പര്യവും വികസനവും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ സുവർണ ഭാരതം, പാരമ്പര്യവും വികസനവും എന്നതാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി 2 പോയിന്റ് കൂടിയാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാമൻ രാജമണ്ണൻ. ഓക്കെ, രാമൻ രാജമണ്ണനാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണൻ. അദ്ദേഹം ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇടുക്കി കോഴിമല കേന്ദ്രമായ മണ്ണാൻ ഗോത്രം. ഓക്കെ, അപ്പോൾ മണ്ണാൻ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന രാമൻ രാജമണ്ണാൻ എന്നറിയപ്പെടുന്ന രാജാവ് ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണ്? ഇടുക്കി കോഴിമല കേന്ദ്രമായ മണ്ണാൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ് രാമൻ രാജമണ്ണാൻ. ഓക്കെ, അപ്പോൾ 8 പോയിൻറ്റ്സ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 2025 76ാമത്തെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കണം. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇനി അങ്ങോട്ടേക്ക് സമയം നമുക്ക് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ പോകുന്ന വഴിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കേൾക്കുക. 2025 എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നടന്നതെന്ന് ചോദിച്ചാൽ 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ഇതിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥ്. ആരായിരുന്നു മുഖ്യ അതിഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഭാവോ സുബിയാന്തോ. ശ്രദ്ധിക്കുക, പ്രഭാവോ സുബിയാന്തോ. ഇദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ്? ഉറപ്പായും ചോദിക്കാം. ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റാണ് പ്രഭാവോ സുബിയാന്തോ, ഇൻഡോനേഷ്യൻ പ്രസിഡന്റ്. എന്തായിരുന്നു 2025 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഊന്നൽ നൽകിയത് എന്തായിരുന്നു? എന്തിനായിരുന്നു ഊന്നൽ നൽകിയത്? ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികത്തിനാണ് എന്ത് ചെയ്തത്? 76ാമത്തെ റിപ്പബ്ലിക് ദിനം ഊന്നൽ നൽകിയത്. ഓക്കെ, അന്ന് എത്ര ടാബ്ലോകളാണ് നിലവിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 31 ടാബ്ലോകളാണ് നിലവിൽ അവതരിപ്പിച്ചത്. അതിലേറ്റവും മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് ഉത്തർപ്രദേശിൻ്റെ കുംഭമേള പശ്ചാത്തലത്തിലുള്ള ടാബ്ലോ ആയിരുന്നു മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇനി 76ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റയർ ഫാക്റ്റാണിത്. അതായത് 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ്. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവായിരുന്നു രാമൻ രാജമണ്ണാൻ. ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാമൻ രാജമണ്ണാൻ എന്നറിയപ്പെടുന്ന ആദിവാസി രാജാവാണ് 2025 76ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്തത്. ഓക്കെ, അദ്ദേഹം ഏത് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, ഏത് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു? മണ്ണാൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു രാമൻ രാജമണ്ണാൻ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. 76ാമത്തെ റിപ്പബ്ലിക് ദിനം 2025 മുഴുവൻ ഫാക്റ്റും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളത് നമ്മൾ പഠിച്ചു. നമുക്ക് അടുത്തൊരു ഹോട്ട് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. ഒരു ചോദ്യം നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം, വിഴിഞ്ഞം തുറമുഖം. ഓക്കെ, അപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് PSCക്ക് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം. ഓക്കെ, നിർമ്മാണ ഉദ്ഘാടനം നടന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 2015 ഡിസംബർ 5 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്, ചാടിക്കേറി നമ്മൾ തെറ്റിക്കരുത്, 2015 ഡിസംബർ 5-നാണ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ഓക്കെ, രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് 2025 മെയ് 2-നാണ് രാജ്യത്തിന് സമർപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് 2025 മെയ് 2-നാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം എന്താണ് വിഴിഞ്ഞം തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഓക്കെ,
ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴം കൂടിയ സ്വാഭാവിക തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഓക്കെ, ഇനി ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ടുള്ള ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ 18 മീറ്ററാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത്. ആഴം 18 മീറ്ററാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. ഓക്കെ, അപ്പോൾ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വേണമെങ്കിൽ ചോദിക്കാം. ആരാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യറാണ്. ഓക്കെ, ദിവ്യ എസ് അയ്യറാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ, നല്ലൊരു ചോദ്യമാണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ MV സാൻ ഫെർണാണ്ടോ. ഓർത്തു വയ്ക്കുക, MV സാൻ ഫെർണാണ്ടോ ആണ് അതായത് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ എന്ന് പറയുന്നത് MV സാൻ ഫെർണാണ്ടോ. അതായത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായിട്ടുള്ള മെസ്കിൻ്റെ ചാർട്ടേഴ്സ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തിയത്. ഓക്കെ, മെസ്കിൻ്റെ ചാർട്ടേഴ്സ് മദർഷിപ്പാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന MV സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടെയ്നർ കപ്പൽ രണ്ടാണ്. അപ്പോൾ കണ്ടെയ്നർ കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഷെൻഹുവ 15 ആണ് കണ്ടെയ്നർ കപ്പൽ എന്ന് പറയുന്നത്. ഷെൻഹുവ 15 ആണ്. എത്തുന്ന രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇങ്ങനെ തന്നെയാണ് പേര്, ഷെൻഹുവ 29 ഓർത്ത് വയ്ക്കുക. ഷെൻഹുവ 29. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാണ ഉദ്ഘാടനം പ്രത്യേകം ശ്രദ്ധിക്കുക. രാജ്യത്തിന് സമർപ്പിച്ചതല്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി നൽകിയ ആ ദിവസമല്ല ചോദിക്കുന്നത്. നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം അത് 2015 ഡിസംബർ 5-നാണ്. രാജ്യത്തിന് സമർപ്പിച്ചതാണ് എന്നു പറയുന്നത് 2025 മെയ് 2-ആണ്. നമുക്കറിയാം എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ സ്വാഭാവിക തുറമുഖം. ഇതിൻ്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ 18 മീറ്ററാണ്. ഏത് താലൂക്കിലാണിത് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ആരാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് ചോദിച്ചാൽ ദിവ്യ എസ് അയ്യറാണ്. വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് MV സാൻ ഫെർണാണ്ടോ. ഇതാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ. ഏത് കമ്പനിയുടെ ആണെന്ന് ചോദിച്ചാൽ മെസ്കിൻ്റെ ചാർട്ടേഴ്സ് മദർഷിപ്പാണ്. ഓക്കെ, ചാർട്ടേഴ്സ് മദർഷിപ്പ്. ഓക്കെ, മദർഷിപ്പ് ഏത് കമ്പനിയുടെയാണ്? മെസ്കിൻ്റെ. ഓക്കെ, അപ്പോൾ മെസ്കിൻ്റെ ചാർട്ടേഴ്സ് മദർഷിപ്പാണ് ഏതെന്ന് പറയുന്നത് MV സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ആദ്യമെത്തിയ കണ്ടെയ്നർ കപ്പലാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഷെൻഹുവ 15. അതേപോലെ തന്നെ ഷെൻഹുവ 29 വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പൽ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഉറപ്പായും ചോദിക്കാം, 1 മാർക്ക് ഷുവറാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആരുടെ ആത്മകഥയാണ്? ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യമാണ്. ആരുടെ ആത്മകഥയാണ് ഹോപ്പ്? ഓക്കെ, അപ്പോൾ ഹോപ്പ് എന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടെ ആത്മകഥയാണ് മക്കളെ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്? ഹോപ്പ് എന്ന് പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം, യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജോർജ് മാരിയോ. ജോർജ് മാരിയോ ബർഗോളിയോ. ജോർജ് മാരിയോ ബർഗോളിയോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. അപ്പോൾ ജോർജ് മാരിയോ ബർഗോളിയോ എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ നാമമാണ്. ആരുടെ ആത്മകഥയാണ് ഹോപ്പ് എന്ന് പറയുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ് എന്നുള്ളത്. കത്തോലിക്ക സഭയുടെ എത്രാമത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 266ാമത്തെ മാർപ്പാപ്പ. അപ്പോൾ കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയായിരുന്നു ആരെന്ന് പറയുന്നത്? ജോർജ് മാരിയോ ബർഗോളിയോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആത്മകഥ നമ്മൾ പറഞ്ഞു ഹോപ്പ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ആരെന്ന് പറയുന്നത്? ജോർജ് മാരിയോ ബർഗോളിയോ. ജോർജ് മാരിയോ ബർഗോളിയോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് G7 ഉച്ചകോടി അഭിസംബോധന ചെയ്ത മാർപ്പാപ്പ. അപ്പോൾ G7 ഉച്ചകോടി അഭിസംബോധന ചെയ്ത മാർപ്പാപ്പ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് G7 ഉച്ചകോടി അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു കൊട്ടേഷനാണ് എൻ്റെ ആളുകൾ ദരിദ്രരാണ്, ഞാനും അവരിൽ ഒരാളാണ്. ആരുടെ വാക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരുടെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയാണ്. എൻ്റെ ആളുകൾ ദരിദ്രരാണ്, അതുകൊണ്ട് ഞാനും ദരിദ്രനാണ്. ഞാനും ദരിദ്രരാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനും അവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കാണ്. എൻ്റെ ആളുകൾ ദരിദ്രരാണ്, ഞാനും അവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ 21 അന്തരിക്കുന്നത്. അപ്പോൾ 2025 ഏപ്രിൽ 21 ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ആരുടെ ആത്മകഥയാണ് ഹോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജോർജ് മാരിയോ ബർഗോളിയോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അദ്ദേഹം ജനിക്കുന്നത് 1936 ഡിസംബർ 17 എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജൻറ്റീനയിലെ ബ്യൂണസ് അയേഴ്സിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1936 ഡിസംബർ 17. യഥാർത്ഥ നാമം ജോർജ് മാരിയോ ബർഗോളിയോ. 266ാമത്തെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം G7 ഉച്ചകോടി അഭിസംബോധന ചെയ്ത മാർപ്പാപ്പയാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ് എൻ്റെ ആളുകൾ ദരിദ്രരാണ്, ഞാനും അവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. എന്നാണ് അദ്ദേഹം മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ 21 അദ്ദേഹം മരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയെങ്കിലും ഓർത്ത് വച്ചാൽ ഇതിൽ നിന്നും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യമാണ് IPL കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? IPL കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 വയസ്സുള്ള ആരാണ്? വൈഭവ് സൂര്യവംശി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ചോദ്യമാണ്. വൈഭവ് സൂര്യവംശിയാണ് IPL കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചാൽ വൈഭവ് സൂര്യവംശി. അദ്ദേഹത്തിൻ്റെ വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 13 വയസ്സാണ് ഉള്ളത്. ബീഹാർ സ്വദേശിയായ വൈഭവിനെ ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ആണ് സ്വന്തമാക്കിയത്. എത്ര കോടിക്കാന്ന് ചോദിച്ചാൽ 1.10 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. അടിസ്ഥാന വില എന്ന് പറയുന്നത് 30 ലക്ഷമായിരുന്നു. പുരുഷ 2020 ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരമാണ് ഈ പറയുന്ന
വ്യക്തി. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയ താരം. 35 പന്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് നേടിയത്. IPLൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടുന്ന താരമെന്നതും ആർക്ക് സ്വന്തമാണ്? വൈഭവ് സൂര്യവംശി. അപ്പോൾ ഓർത്തു വച്ചോ, IPL കരാർ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആരെന്ന് പറയുന്നത്? വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി. ബീഹാർ സ്വദേശിയാണ് ആരെന്ന് പറയുന്നത്? വൈഭവ് സൂര്യവംശി ബീഹാർ സ്വദേശിയാണ്. എത്ര കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയതെന്ന് ചോദിച്ചാൽ 1.10 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. ഓക്കെ, ഇനി ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷ T20 ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം. ഓക്കെ, പുരുഷ T20 ക്രിക്കറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി നേടിയ താരം. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയ താരം. IPLൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം എന്ന ബഹുമതിയും ആർക്കാണ്? വൈഭവ് സൂര്യവംശിക്കാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, സെറ്റ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് വയനാട് ഉരുൾപൊട്ടലാണ്. വയനാട് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഇന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞു. എന്നാണ് വയനാട് ഉരുൾപൊട്ടൽ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണ് വയനാട് ഉരുൾപൊട്ടൽ നടന്നത്? 2024 ജൂലൈ 30 വയനാട് ഉരുൾപൊട്ടൽ നടന്നത്. വയനാട് ദുരന്തം പശ്ചാത്തലമാക്കി പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് ഏതെന്ന് പറയുന്നത്? ഉറ്റവർ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വയനാട് ദുരന്തം ആസ്പദമാക്കി ആരെഴുതിയ കവിത? പ്രഭാവർമ്മ എഴുതിയ കവിതയാണ്. പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് ഏതെന്ന് പറയുന്നത്? ഉറ്റവർ എന്ന് പറയുന്ന കവിത. ഓക്കെ, നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായിരുന്നു. ഈ പറയുന്ന വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിലെ മേപ്പാടി പഞ്ചായത്തിലെ വെള്ളരിമല ഗ്രാമത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടിയത്. ഓക്കെ, നമുക്കറിയാം വയനാട് ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബെയിലി പാലം നിർമ്മിച്ച സൈനിക സംഘത്തിലെ മേധാവി ആരാന്ന് ചോദിച്ചാൽ, മേധാവി എന്തിൻ്റെ? നമ്മുടെ ബെയിലി പാലത്തിൻ്റെ. ഓക്കെ, അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബെയിലി പാലം നിർമ്മിച്ചത്. അങ്ങനെ ബെയിലി പാലം നിർമ്മിച്ചപ്പോൾ അത് നിർമ്മിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ സൈനിക സംഘത്തിലെ മേധാവി മേജർ സീത അശോക് ഷെൽക്കെ. ഓക്കെ, മേജർ സീത അശോക് ഷെൽക്കെയാണ്. മേജർ സീത അശോക് ഷെൽക്കെ. ബെയിലി പാലം നിർമ്മിച്ചത് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ്, ഇന്ത്യൻ ആർമി. ഓക്കെ, അപ്പോൾ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഉപഗ്രഹ ചിത്രവും ആഘാത ഭൂപടവും പുറത്തുവിട്ട ബഹിരാകാശ ഏജൻസിയാണ് ISRO. ഓക്കെ, ISROയ്ക്ക് വേണ്ടിയിട്ട് ചിത്രങ്ങൾ എടുത്തത് കാർട്ടോസാറ്റ് 3 ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. കാർട്ടോസാറ്റ് 3 ISROയ്ക്ക് വേണ്ടിയിട്ട് ചിത്രങ്ങൾ പകർത്തിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 3. ഓക്കെ, വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്ത കോടതിയാണ് ഹരിത ട്രിബ്യൂണൽ ദക്ഷിണമേഖല ബെഞ്ച്. ഹരിത ട്രിബ്യൂണൽ ദക്ഷിണമേഖല ബെഞ്ചാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മക്കളെ പഠിച്ചു വെച്ചോ. നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടൽ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജൂലൈ 30. വളരെ കുറച്ച്, അതായത് 1 വർഷം കഴിഞ്ഞുള്ളൂ അത്രയും വലിയൊരു ദുരന്തം നമുക്ക് നമ്മുടെ ഇടയിൽ വന്നിട്ട്. അതേപോലെ തന്നെ എന്താണ്, വയനാട് ദുരന്തത്തെ ആസ്പദമാക്കി പ്രഭാവർമ്മ എഴുതിയ കവിതയുടെ പേരാണ് ഏതെന്ന് പറയുന്നത്? ഉറ്റവർ. അതേപോലെ തന്നെ വയനാട് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബെയിലി പാലം നിർമ്മിച്ചത് മേജർ ആരാണ്? സീത അശോക് ഷെൽക്കെയാണ് ബെയിലി പാലം നിർമ്മിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ ഉപഗ്രഹ ചിത്രവും ആഘാത ഭൂപടവും പുറത്തുവിട്ട ബഹിരാകാശ ഏജൻസിയായിരുന്നു നമ്മുടെ ISRO. അതേപോലെ ISROയ്ക്ക് വേണ്ടി ചിത്രങ്ങൾ പകർത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർട്ടോസാറ്റ് 3. ISROയ്ക്ക് വേണ്ടിയിട്ട് ചിത്രങ്ങൾ പകർത്തിയ ഉപഗ്രഹം കാർട്ടോസാറ്റ്
3 ഓക്കെ. വയനാട് ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്ത കോടതി ഏതാണെന്ന് ചോദിച്ചാൽ ഹരിത ട്രിബ്യൂണലാണ്. ഹരിത ട്രിബ്യൂണൽ ദക്ഷിണ മേഖല ബെഞ്ചാണ്. വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്ത കോടതിയാണ് ഹരിത ട്രിബ്യൂണൽ ദക്ഷിണ മേഖല ബെഞ്ച് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്നും പഠിക്കാനുള്ളൂ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത് നമുക്ക് ചന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ച് പഠിക്കാം. ചന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3 ദൗത്യങ്ങളാണ്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, 3. ഓക്കെ, ആദ്യം നമുക്ക് ചന്ദ്രയാൻ 1നെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ശ്രീഹരിക്കോട്ട. ഓക്കെ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഇതിൻ്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1380 കിലോഗ്രാം ആയിരുന്നു ചന്ദ്രയാൻ 1ൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇതിന് ചിലവായ തുക 386 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവായത്. ഇതിലെ പേലോഡുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 11 എണ്ണമാണ് ഇതിലെ പേലോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പേലോഡുകൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണമാണ് മക്കളെ? 11 എണ്ണമാണ് ഇതിലെ പേലോഡുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 5 എണ്ണവും ബാക്കി മറ്റു രാജ്യങ്ങളുടെയുമായിരുന്നു. ഇന്ത്യയുമായി ഈ ഒരു ദൗത്യത്തിന് സഹകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സഹകരിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സഹകരിച്ച രാജ്യം ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ സഹകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റഷ്യയാണ്. ഓക്കെ, ഇത് ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 നവംബർ 8-നാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിയത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അന്ന് ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8. എന്നാൽ ഇത് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടിച്ചിറങ്ങിയത് എന്നാണ് ഇത് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2008 നവംബർ 14-ആണ്. ഓക്കെ, ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ജവഹർ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജവഹർ പോയിൻ്റാണ് അന്ന് ചന്ദ്രയാൻ 1 ഇടിച്ചിറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർ പോയിൻ്റ് എന്ന പേരിലാണ് നിലവിൽ അറിയപ്പെടുന്നത്. അന്നത്തെ ISRO ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി മാധവൻ നായരാണ് അന്നത്തെ ISRO ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ആ സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം അണ്ണാദുരയാണ്. നമ്മളിതൊക്കെ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എം അണ്ണാദുരയാണ് ആ സമയത്തെ പ്രൊജക്റ്റ് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനിവാസ ഹെഡ്ഗെയാണ് മിഷൻ ഡയറക്ടർ. VSC ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ രാധാകൃഷ്ണനാണ്. എന്തെന്ന് പറയുന്നത്, ആ സമയത്തെ VSSC ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ രാധാകൃഷ്ണനാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ചന്ദ്രയാൻ 1മായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 3 ദൗത്യത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ചന്ദ്രയാൻ 1നെ കുറിച്ച്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 1 എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLV C-11 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചാന്ദ്ര പര്യവേഷണം 1ാമത്തെ, അതായത് ചന്ദ്രയാൻ 1ൻ്റെ വിക്ഷേപണ വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ തെറ്റിക്കരുത്, PSLV C-11 ആണ്. ഓക്കെ, എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയാണ് സ്ഥിതി ചെയ്യുന്നത്, മറക്കരുത്, തെറ്റിക്കരുത്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 1ൻ്റെ
ഭാരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1380 കിലോഗ്രാം ആയിരുന്നു. ഇതിന് ചിലവായ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 386 കോടി രൂപയായിരുന്നു. അന്ന് ചന്ദ്രയാൻ 1 എത്ര പേലോഡുകളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 11 പേലോഡുകൾ. അതിൽ ഇന്ത്യയുടെ എന്ന് പറയുന്നത് 5 എണ്ണമായിരുന്നു എന്നുള്ളത് ഓർക്കുക, 5 എണ്ണം. ഇനി അന്നത്തെ ചന്ദ്രയാൻ 1 ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8, ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14. അന്ന് ഇടിച്ചിറങ്ങിയ ആ ഒരു സ്ഥലം അറിയപ്പെട്ടതാണ് ജവഹർ പോയിൻ്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോഴത്തെ ISROയുടെ ചെയർമാനായിരുന്നു G മാധവൻ നായർ. അതേപോലെ തന്നെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M അണ്ണാദുരയാണ്. M അണ്ണാദുരെ. മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസ ഹെഡ്ഗെ ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. VSSC ഡയറക്ടർ ആയിരുന്നു K രാധാകൃഷ്ണൻ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചന്ദ്രയാൻ 1 ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തതാണ് ചന്ദ്രയാൻ 2. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 2 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ചന്ദ്രയാൻ 2 വിക്ഷേപണം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപണം എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? GSLV മാർക്ക് 3 ആണ്. GSLV മാർക്ക് 3 M1 എന്ന് പറയുന്ന വാഹനത്തിലാണ് നിലവിൽ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ചന്ദ്രയാൻ 2 ആണ് ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന വാഹനം എന്ന് പറയുന്നത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതാണ് ഈ പറയുന്ന ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, വിക്ഷേപണ സ്ഥലം നമുക്ക് നോക്കേണ്ട കാര്യമില്ല, അത് തന്നെയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് നിലവിൽ ഇത് വിക്ഷേപിച്ചത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാരം ചോദിച്ചു കഴിഞ്ഞാൽ 3850 കിലോഗ്രാം ആണ് ഭാരം എന്ന് പറയുന്നത്. ചിലവായ തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 2 ദൗത്യത്തിന് 978 കോടി രൂപയാണ്. ഇതിലെ പേലോഡുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 13 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ചന്ദ്രയാൻ 2 3 ഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓർത്തു വയ്ക്കുക, ചന്ദ്രയാൻ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണമാണ് ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാണ് ഓർബിറ്റർ, 2 ലാൻഡർ, അടുത്തത് ലോവർ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 2 ഏതൊക്കെയാണ്? ഓർബിറ്റർ, ലാൻഡർ, റോവർ ആണ്. ചന്ദ്രയാൻ 2 ലാൻഡറാണ് ഏതെന്ന് പറയുന്നത് ഓർക്കുക, ലാൻഡറിൻ്റെ പേരായിരുന്നു വിക്രം എന്നുള്ളത്. ഇതിപ്പോഴും PSC ചോദിക്കാറുണ്ട്. ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്രമാണ്. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ എന്ന് പറയുന്നത്. എന്താണ്? പ്രഗ്യാൻ. അപ്പോൾ ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ശ്രദ്ധിക്കുക, ഇത് വീണ്ടും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് മക്കളെ. അപ്പോൾ ലാൻഡറിൻ്റെ പേര് വിക്രമാണ്, ലോവറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്യാനാണ്. ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 ഭ്രമണപഥത്തിലെത്തിയത്. ഇടിച്ചിറങ്ങിയ ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് തിരങ്ക പോയിൻ്റ് ആണ് ഇടിച്ചിറങ്ങിയത്. തിരങ്ക പോയിൻ്റ് ഓർത്തു വയ്ക്കുക, തിരങ്ക പോയിൻ്റാണ് ഇടിച്ചിറങ്ങിയത്. ആ സമയത്ത് ISROൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K ശിവനാണ് ISRO ചെയർമാൻ. പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തയ്യ വനിത. അതേപോലെ തന്നെ മിഷൻ ഡയറക്ടർ ഋതു കരിതാളാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, ആരായിരുന്നു ആ സമയത്തെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തയ്യ വനിത. അതേപോലെ തന്നെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഋതു കരിതാലാണ് മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ചന്ദ്രയാൻ 2 ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ഞാൻ ഒന്നുകൂടി ഓടിച്ചു പറയാം. അതായത് ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യത്തിൻ്റെ പേരാണ് ചന്ദ്രയാൻ 2 എന്നുള്ളത്. ഓക്കെ, എന്നാണ് ഇത് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2019 ജൂലൈ 22-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് GSLV മാർക്ക് 3 എന്നുള്ളത്. അതേപോലെ തന്നെ എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ഇത് വിക്ഷേപിച്ചത്. അതായത് ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്നതാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനത്തിൻ്റെ പേര്. അതായത് നമുക്കറിയാം GSLV മാർക്ക് 3 M1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. GSLV മാർക്ക് 3 M1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആകെ ഭാരം 3850 കിലോഗ്രാമാണ്. ആകെ ചിലവായ തുക ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിന് 978 കൂടി. ആകെ എത്ര പേലോഡുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 എണ്ണമാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 3 എണ്ണമാണ് ഇതിനുള്ളത്. ഓർബിറ്റർ, ലാൻഡർ, അതേപോലെ തന്നെ റോവർ എന്നിങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ലാൻഡറിൻ്റെ പേരാണ് വിക്രം എന്നുള്ളത്, ലോവറാണ് പ്രഗ്യാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം എന്നാണ് ഇത് നിലവിൽ ഭ്രമണപഥത്തിൽ എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രമണപഥത്തിൽ എത്തിയത് 2019 ഓഗസ്റ്റ് 20-ആണ്. 2019 ഓഗസ്റ്റ് 20-നാണ് ഭ്രമണപഥത്തിൽ എത്തിയത്. അതിൻ്റെ പേരാണ് ഭ്രമണപഥത്തിൽ എത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരങ്ക പോയിൻ്റാണ്. ആ സമയത്തെ ISRO ചെയർമാൻ K ശിവനാണ്. പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. അതേപോലെ തന്നെ ആ സമയത്തെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഋതു കരിതാലാന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നമുക്കടുത്തത് ചന്ദ്രയാൻ 3-നെ കുറിച്ച് പഠിക്കാം. ഓക്കെ, യെസ്, ലാസ്റ്റത്തെയാണ് ചന്ദ്രയാൻ 3. ഓക്കെ, ചന്ദ്രയാൻ 3. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? യെസ്, 2023 ജൂലൈ 14-നാണ് ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ വിക്ഷേപണ വാഹനം. ഓക്കെ, വിക്ഷേപണ വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? യെസ്, LV-M3 M4 എന്ന് പറയുന്നതാണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. വിക്ഷേപണ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇതിൻ്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3900 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ISRO നടത്തിയ പരീക്ഷണമാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3-ൽ ISRO നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരാണ് ഹോപ്പ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചന്ദ്രയാൻ 3 ISRO നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോപ്പാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഹോപ്പ് എന്ന് പറയുന്ന ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഏതെന്ന് പറയുന്നത്? ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, റിവിഷൻ അത്രേ ഉള്ളൂ. ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റ് 5-നാണ് ഭ്രമണപഥത്തിൽ എത്തിയത്. അത് സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23-നാണ്. ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് U2 എന്നുള്ളതായിരുന്നു ആദ്യത്തെ സന്ദേശം ISROയ്ക്ക് ലഭിച്ചത്. ഓക്കെ, ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് ശിവശക്തി പോയിൻ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും ചോദിക്കാറുണ്ട് ശിവശക്തി പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശിവശക്തി പോയിൻ്റ്. അതായത് നമ്മുടെ ചന്ദ്രയാൻ 3 നിലവിൽ ഇറങ്ങിയ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ശിവശക്തി പോയിൻ്റ്. ആ പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ മാൻസിനസ് സി സീം പൈലറ്റ് N എന്ന ഗർത്തങ്ങൾക്കിടയിലുള്ള സമതലങ്ങളിലാണ് ലാൻഡർ ഇറങ്ങിയത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം, അതേപോലെ തന്നെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? യെസ്, റഷ്യ, അതേപോലെ തന്നെ അമേരിക്ക, ചൈന. റഷ്യ, അമേരിക്ക, ചൈന എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥാണ്. പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വീരമുത്തുവേലാണ്. മിഷൻ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹന കുമാറാണ് മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി പ്രൊജക്ടർ ആരാ? K കൽപ്പനയാണ്. VSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. വെഹിക്കിൾ ഡയറക്ടർ ബിജു C തോമസ് ആണെന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ നമുക്കറിയാം നിലവിൽ ഈ ഒരു നമ്മുടെ
ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ലാൻഡറുകൾ, അതേപോലെ തന്നെ പേലോഡുകൾ, അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ പേലോഡുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം. പേലോഡുകൾ 7 എണ്ണമാണുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലാൻഡറിലുള്ള പേലോഡുകൾ 4 എണ്ണമാണ്. 3 എണ്ണമായിരുന്നു ഇന്ത്യയുടെ, അതേപോലെ തന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് നാസയുടെയാണ്. ഓക്കെ, അത്രയെങ്കിലും ഓർത്ത് വയ്ക്കുക മക്കളെ. ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമുക്ക് ഇതിൻ്റെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം. ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം LV-M3 M4 എന്ന് പറയുന്നതാണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. വിക്ഷേപണ സ്ഥലം മറ്റേ 2 ചന്ദ്രയാനുകളും വിക്ഷേപിച്ച സ്ഥലം തന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത്. ഭാരം നോക്കിക്കഴിഞ്ഞാൽ 3900 ഗ്രാമാണ്. ഇതിന് ഈ ഒരു മിഷന് വേണ്ടി ISRO ഈ ഒരു പരീക്ഷണത്തിന് കൊടുത്ത പേരാണ് ഹോപ്പ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്നാണ് ഈ പറയുന്ന നമ്മുടെ ചന്ദ്രയാൻ ഭ്രമണപഥത്തിലെത്തിയതെന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 5. വെരി വെരി ഇമ്പോർട്ടൻ്റ്. 2023 ഓഗസ്റ്റ് 5 എത്തിയത്. അതേപോലെ തന്നെ എത്തിയ ആ സ്ഥലത്തിൻ്റെ പേരാണ് ശിവശക്തി പോയിൻ്റ്. ഇത് നരേന്ദ്രമോദിയാണ് പേര് കൊടുത്തത്. ചന്ദ്രനിൽ ഇറങ്ങുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ബാക്കി റഷ്യ, USA, ചൈന എന്നുള്ളത് കൂടി ഓർക്കുക. ഓക്കെ, അതേപോലെ തന്നെ ആ സമയത്ത് ISRO ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥാണ്. അതേപോലെ തന്നെ പ്രോജക്റ്റ് ഡയറക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ P വീരമുത്തുവേലാണ്. മിഷൻ ഡയറക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ മോഹനകുമാറാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആകെ പേലോഡുകൾ 7 എണ്ണമാണ്. അതേപോലെ തന്നെ ആകെ പേലോഡുകളുടെ എണ്ണം 7 എണ്ണവും ലാൻഡറിലുള്ള പേലോഡുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണമാണ്. അതിൽ 3 എണ്ണം എന്ന് പറയുന്നതും ഇന്ത്യയുടെ ആണെന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. മാക്സിമം എല്ലാ പോയിൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എല്ലാ ആദ്യം മുതലുള്ള നമ്മുടെ കറണ്ട് അഫെയർസും ബാക്കി കാര്യങ്ങളും ഒന്നുകൂടി ഓടിച്ചൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അതിനപ്പുറത്തേക്ക് ഇനി നമുക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല. ഏകദേശം നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കുക, റിവിഷൻ ചെയ്യുക. നമുക്ക് ഇപ്പം നിലവിലുള്ള സംഭവങ്ങളെല്ലാം ഏകദേശം നമ്മൾ സെറ്റാക്കി തന്നെയാണ് പഠിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് നമുക്ക് അറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 3 തവണയെങ്കിലും ഒരു ചോദ്യം വായിച്ചിട്ടും അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് പോയി ഒത്തിരി നെഗറ്റീവ് അടിച്ച് ചളമാക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു സർക്കാർ ജോലി എന്നുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇത്രയും നാളും പഠിച്ചതിൻ്റെ എല്ലാ റിവിഷൻസ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ, PYQs ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റും ഇതിൽ നല്ലൊരു റാങ്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട. മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചെയ്യുക. നെഗറ്റീവ് അടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മുഴുവൻ ചോദ്യങ്ങളും കണ്ടിട്ട് വേണം അതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ വെറുതെ നെഗറ്റീവ് അടിച്ച് അങ്ങനെ ടെൻഷനായി ഒന്നും പോവണ്ട. കാരണം നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് ആവും. ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികളും പല സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സബ്ജക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊന്ന് കൂൾ ഓഫ് മൈൻഡിൽ നിന്ന് പിന്നെ ഈ പറയുന്ന എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒത്തിരി സ്നേഹത്തോടെ നിർത്തുന്നു. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.